ഇങ്ങനെ ഒരു ഫേക്ക് കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോളായിരുന്നു. ആ കോൾ വന്ന ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് ഇത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയും കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്തായാലും അന്വേഷണം അതിൻ്റെ കൃത്യമായ കാര്യങ്ങളായിട്ട് നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഡൽഹി നമ്പറാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് സംസാരിച്ചത്. അപ്പം ദ സെയിം ഡേറ്റ് തന്നെ കമ്മീഷണറായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അവർ അങ്ങനെയൊന്നുമല്ല, അതിന് കൃത്യമായ അന്വേഷണം നടക്കട്ടെ. അത് വാട്സപ്പ് കോളാണ് വന്നത്. അല്ല, ഡൽഹി നമ്പറാണ്, കേരള നമ്പറല്ല. തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതുകൊണ്ടാണല്ലോ അത് പോലീസ് പരാതി കൊടുത്തത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ അത് ക്ലോസ്ലി വാച്ചിങ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കേരളത്തിൽ ഒരു MLA വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ, ഒരു MLA അല്ല, പല ആളുകളെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പം MLAയുടെ നമ്പറൊക്കെ ഒരാൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, അതെനിക്കറിയില്ല. പല ആളുകളെയും അവർ സംസാരത്തിൽ അങ്ങനെ പല ആളുകളെയും വിളിച്ച രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങൾ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമല്ല. ഇതൊരു അന്വേഷണത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവർ രക്ഷപ്പെടണമെന്നാണെങ്കിൽ നിങ്ങളൊക്കെ നല്ല രീതിയിൽ വാർത്തയാക്കാം. ഫേക്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ സ്പോട്ടിൽ തന്നെ ഇത് കമ്മീഷണറായിട്ട് ഞാൻ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില പാർട്ടി ലീഡർഷിപ്പായിട്ട് ചില ആളുകളോട് സംസാരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് പരാതി കൊടുത്തിട്ടുള്ളത്. ട്രാപ്പ് ചെയ്യാന്നല്ല, ഇത് പോലീസാണല്ലോ നടപടി എടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണല്ലോ. അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയത്. കോൾ വന്നതായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, സ്പോട്ട് സംസാരിച്ചു.